സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ താഴ്ന്നു നടക്കുന്ന കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്, ഇവിടെ ജനജീവിതം അസഹ്യമായി തീർന്നിരിക്കുകയാണ്. വെള്ളപ്പൊക്കവും അമിതമായ പ്രയോഗങ്ങളും കൃഷിനാശവും കണിയിലും രോഗകണിയിലും വീണ് നശിക്കാറായ കുട്ടനാടൻ ജനതയെ രക്ഷിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കുട്ടനാട്ടിലെ കൃഷിയും ജനജീവിതവും സഞ്ചാരവും വെള്ളവും എല്ലാം ഒത്തുകൊണ്ടുള്ള ഒരു പാക്കേജാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ മാസം ഒരു സംഘം കുട്ടനാട് സന്ദർശിക്കുകയും വിവിധ രാഷ്ട്രീയ സംഘടനകളുമായും വിവിധ മതസംഘടനകളുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ന് കേന്ദ്ര കൃഷി അഡീഷണൽ സെക്രട്ടറി ശ്രീമതി രുക്മിണി അവറുകളും കേന്ദ്ര കാർഷിക സർവകലാശാല ജോയിന്റ് ഡയറക്ടർ അരവിന്ദ് കുമാറും അതോടൊപ്പം തന്നെ കുമ്മനം രാജേട്ടനും ദേശീയ സമിതി അംഗമായ ഷാജി രാഘവൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ എം.വി. ഗോപകുമാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പി.കെ. ബിനോയ് അവറുകൾ, പിന്നെ കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ലജുമോൻ, തകഴി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ.ജി. പ്രസാദ്, കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു വലിയ വിഭാഗം സയന്റിസ്റ്റുകളും അവർ ഇവിടെയുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ചും കൃഷിയോടൊപ്പം വളർന്നു വരുന്ന വിധങ്ങളായ കളകളെക്കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടം സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഇന്ന് കുട്ടനാടിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അടുത്ത മാസം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കുട്ടനാട് സന്ദർശിക്കുന്നതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മത മേലധികാരികൾ, വിവിധങ്ങളായ സംഘടനകൾ തുടങ്ങിയവർ കേന്ദ്ര നേതൃത്വത്തിന് നിവേദനങ്ങൾ നൽകുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയുമുണ്ടായി. അതേക്കുറിച്ചുള്ള വീഡിയോ കാണാം.
solution. Otherwise, from your side, for the ICR can tell us for the elimination of this type of weeds. No, I will note it down. We have some solution. I'll note it down. You tell us what the solution, because that is more important. No, local solutions are more effective. More than us, the scientists. Very nice. BD rice, madam. All rice related things will vanish. Then we had to keep it for another 1 or 2 weeks flood. Then we had to go for swing. Otherwise it will affect rice also. Once the season is over, they can use the herbicide and leave it for 3-4 months. Yes. The season starts later. Better than the flooded. Leave it 1 year salad. Rooted and the sediment. Everything will emerge from the root. This is one problem where the ICR scientists will have to address. Which is related to monocot. Yeah. Not a dicot. All herbicide what they are spraying is a dicot, means 2-leafed. So they will not affect the rice. Better now it should not affect the rice also. We will discuss with. We have a specific weed scientist who work with the weeds. Ask him to get in touch with. They will come. One Dr. Sridevi is working on the same aspect. They will come here and see the situation. How far the work is done in that? You Actually, this situation is only we found here and Himachal Pradesh. They also has what the same, but they are in a different terrain. So maybe I will share her number also. Maybe she can make a visit. Actually, I agree. But we have herbicide. While sowing itself, you can apply herbicide. Yeah, that's what I am saying. Phenoxaproof P-ethyl is there. That is the grassy weed controller. That is called, that comes in. Rice, it will not. It is selective. Rice yeah, but it is monocot. But the problem is that it cannot be collected after because it will melt down before it will shatter. ഇതിലുണ്ട് മലയാളമാണ് நம்ம பண்ணிக்கலாம். ഞങ്ങൾ പങ്കെടുക്കും. madam ചേട്ടാ അവിടെ പറഞ്ഞോളൂ. ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ് സാർ. മംഗമിൽ നിന്ന് ഇറക്കിയ ഡെവലപ്പ് ക്രോസ് ഓഫ് ഇറ്റ്സ് എ വെരി ടേസ്റ്റി വെറൈറ്റി. ഈ ഉമ വെറൈറ്റി ഹൈ yielding വെറൈറ്റി, അവർ വെറൈറ്റി മംഗം റിസർച്ച് സ്റ്റേഷൻ വെറൈറ്റി 60 compared to Uma is 7 but another variety we have that is high yielding but white rice. First variety we have used. No, now they are eating. Yes, rice also they are eating. സംഘം മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സി അരവിന്ദാക്ഷൻ, ബിന്ദു വിനയകുമാർ, വിനോദ് മഠത്തിൽ, OBC മോർച്ചയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ നാരായണദാസ്, കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ മാഷ് തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി നമ്മൾ ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് പഠന സംഘം ഇന്നലെ എത്തി കൊച്ചിയിൽ near about 500 crores of rupees due to this global warming effect. Because of that, the salt water incursion is also happening. So the entire situation is not promoting us, but discouraging our efforts to continue for paddy farming. So this Pradhan Mantri should be at least this region, because we are cultivating paddy below sea level, so there should be a leverage for us.
മൂന്നാമതായി ഹാൻഡ്ലിംഗ് ചാർജ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന 12 രൂപയിൽ നിന്ന് 300 രൂപയായി ഉയർത്തണം. ഹാൻഡ്ലിംഗ് ചാർജ് ചുമട്ടുകൂലി, നെല്ല് കളത്തിൽ നിന്ന് വാഹനത്തിൽ പടിയിലേക്ക് ലോറിയിലേക്ക് എത്തുന്ന ചുമട്ടുകൂലി 12 രൂപയിൽ നിന്ന് 300 രൂപയാക്കി ഉയർത്തണം. നാലാമതായി നെല്ല് സംഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന കിഴിവുകൊള്ള അവസാനിപ്പിക്കണം. കിഴിവുകൊള്ള, മില്ലുകാരനെ ചൂഷണം. ഡിഡക്ഷൻ, വെയിറ്റ് ഡിഡക്ഷൻ. ഈ 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര സമിതി മുൻപാകെ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന് വേണ്ടി അവതരിപ്പിക്കുകയാണ്. അരമണിക്കൂർ മുമ്പ് നിവേദന സംഘത്തിന് മുമ്പാകെ നിവേദനം നൽകിയിട്ടുണ്ട്. As you know, our farmers are suffering from so many difficulties. So, we are giving one or two proposals for solving this issue. The main issue is that earlier discussed, the farmers are not getting money in time, not in a proper way. So, if it is possible, you may consider one request. The central portion may directly give to the account of the farmers, not giving the same amount to our state governments. Why? Because they are diverting so many times. Yeah. If it is possible, give directly to our farmers account. Then prepare a time schedule for our culture, for our agriculture. Yeah. Calendar, please. So that you people may give proper support to our farmers in time. Means by way of feeds, by way of fertilizers, and other subsidies. ഉത്പാദന ചെലവിന് ആനുപാതികമായി 50% എന്ന മാനദണ്ഡം നെല്ലിയുടെ വർദ്ധിപ്പിച്ചു നൽകണം. 2. സമുദ്രനിരപ്പിൽ താഴെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉത്പാദന ചെലവിൽ നെൽകൃഷി ചെയ്യുന്ന ലോക പൈതൃക കേന്ദ്രമായ കുട്ടനാട്ടിലെ കർഷകർക്ക് ഓരോ പ്രത്യേക കൃഷിക്കും പ്രത്യേക സാമ്പത്തിക സഹായം ഉണ്ടാകും. 3. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുവാനും 2 വിള കൃഷി ചെയ്യുവാനും എല്ലാ പാടശേഖരങ്ങൾക്കും ട്രാക്ടർ റോഡ് നിർമ്മിക്കണം. 4. പരിസ്ഥിതിയെ സംരക്ഷിച്ച് ട്രാക്ടർ റോഡ്. 4. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വെള്ളപ്പൊക്കവും ഊരുവെള്ള കയറ്റവും നിയന്ത്രിക്കുവാൻ ശാസ്ത്രീയവും ഏറ്റവും ആധുനികവുമായ മാർഗങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. 5. ഗുണമേന്മയുള്ള വിത്ത് ഉറപ്പാക്കണം. 6. രാസവളങ്ങളുടെ ഭീമമായ വിലവർദ്ധനം പൂർണ്ണമായും പിൻവലിക്കണം. യൂറിയയ്ക്ക് നൽകുന്നത് പോലെ ഫാക്ടംബോസ്, പൊട്ടാഷ് വളങ്ങൾക്കും സബ്സിഡി നൽകണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യൂറിയയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട്
ഫാക്ടറി ബോസിന് പൊട്ടാഷ് വളങ്ങൾ സബ്സിഡി നൽകണം. രാസവള ലഭ്യത ഉറപ്പാക്കണം. 7 നെല്ലിന് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവ് കുറച്ചുകൊണ്ട് വരണമെന്ന ദ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോഡ്സ് ആൻഡ് പ്രൈസസ് CSCP നിർദ്ദേശം പിൻവലിക്കണം. 8 കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നെല്ല് സംഭരിക്കുന്ന നെല്ലിന്റെ വില ഉടൻ തന്നെ ലഭ്യമാക്കാനുള്ള കുറ്റപ്പെട്ട സംവിധാനം ഏർപ്പെടുത്തണം. 9 കാർഷിക പ്രകാരം നടത്തുന്ന സാഹചര്യം സംവിധാനം ഒരുക്കണം. 10 കൃഷിനാശത്തിന് മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം യഥാസമയം ലഭ്യമാക്കും. കൊടുക്കാനുള്ള പേപ്പർ 75% ആളുകളും പാടശേഖരത്തിന്റെ പുറകണ്ടുകളിലാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെങ്കിൽ പോലും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സാഗരമാല പദ്ധതി പ്രകാരം, അതായത് പാടശേഖരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ പാടശേഖരത്തിന്റെ പുറകണ്ടുകളിൽ സൂചിപ്പിച്ചു എങ്കിൽ പോലും ട്രാക്ടർ റോഡുകൾ MS സ്വാമിനാഥൻ ആവശ്യപ്പെട്ട പ്രകാരം, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടു അതോടൊപ്പം തന്നെ പാടശേഖരത്തിന്റെ പുറമണ്ടുകളിൽ താമസക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇറക്കണം. കാരണം കോളനികളാണ് കൂടുതലും ഈ പാടശേഖരത്തിന്റെ പുറമണ്ടുകളുള്ളത്. അതുകൊണ്ട് ആ കോളനികളെ സംരക്ഷിക്കുന്ന തരത്തിൽ അടിയന്തരമായിട്ട് ട്രാക്ടർ റോഡുകൾ നിർമ്മിക്കും. അപ്പോൾ ഇതിന് പല കാര്യങ്ങളും ഇവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിലവിലുള്ള സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഡയറക്റ്റ് ഗോഡൌണിലേക്ക് തിരിച്ചുകൊണ്ടുന്ന സമ്പ്രദായം ഞങ്ങളുടെ ലോവർ കുട്ടനാട് ഏരിയയിൽ പ്രാക്ടിക്കലായിട്ട് നടക്കത്തില്ല. കാരണം മാസീവായിട്ടുള്ള ബ്ലോക്ക് ഏരിയയിലെ നെല്ല് ഒന്നിച്ചാണ് ഒറ്റ ദിവസം തന്നെ കൊയ്തു വരുന്നു. നമുക്കിത് ഉണങ്ങുവാനോ അല്ലെങ്കിൽ FCI മാനദണ്ഡം അനുസരിച്ചുള്ള രീതിയിൽ ഇത് പതിരൊക്കെ പിടിച്ച് നൽകുവാനുള്ള സംവിധാനമില്ല. പാടശേഖരത്തിൽ നിന്ന് വെല്ലുകാരെ നേരിട്ട് സംഭരിക്കുന്ന രീതി തന്നെ, പക്ഷെ അതിൽ വന്നിരിക്കുന്ന പോരായ്മകൾ തിരുത്തിക്കൊണ്ട് എത്രയും വേഗം സംഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. പിന്നെ നെല്ലുസംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിഴിവ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് അനുസരിച്ച് 62 കിലോ അരി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ലോവർ കുട്ടനാട് മേഖല 13 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ലോവർ കുട്ടനാട് മേഖല സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ആയതുകൊണ്ടും വിളവെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യത്യാസം മൂലവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും പിന്നെ കീടങ്ങളുടെ ആക്രമണവും മൂലം ഇതിനൊക്കെ കുറവ് വരുന്നുണ്ട്. ആ കുറവ് വന്നു കഴിയുമ്പോൾ വില്ലേനെ സംബന്ധിച്ച് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് വിളവിൽ വരുന്ന വ്യത്യാസത്തിന് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താനായിട്ട് ഒന്നുകിൽ ഇൻഷുറൻസിന്റെ പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ അരിപ്രദേശത്തെ പാടശേഖരങ്ങളിൽ വലിയ എക്സെപ്ഷൻ നൽകുന്നുണ്ട്. അവർക്ക് 60 വരെ 64 കിലോ വരെ അവിടെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലോവർ കുട്ടനാട് ഏരിയയിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന്റെ അരിയുടെ റേഷ്യോ കുറയ്ക്കാനായിട്ട് എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ വിഷയം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വെള്ളപ്പൊക്കത്തിന്റെ കെട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന 13 പഞ്ചായത്തുകളുണ്ട് ആലപ്പുഴ ജില്ലയില്. അപ്പൊ ഈ 13 പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് വെള്ളം ഡീവാട്ടറിംഗ് നടത്തി പുറത്തോട്ട് പമ്പ് ചെയ്ത് കൃഷി നടത്തുന്ന പാടശേഖരങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരെ ലോവർ കുട്ടനാടെന്ന ഒരു കാറ്റഗറിയിൽ ഔദ്യോഗികമായിട്ട് പെടുത്തിക്കൊണ്ട് ഈ ലോവർ കുട്ടനാടിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാണ്. കാരണം കുട്ടനാട് പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് വന്നു കഴിഞ്ഞാൽ ഇത് അപ്പർ കുട്ടനാട് തുടങ്ങി എല്ലാ മേഖലകളിലേക്കും സെയിമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യപ്പെട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല. 2 പ്രദേശത്തെയും ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് 2 പ്രദേശത്തെ വർക്കുകൾ പ്രത്യേകം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ലോവർ കുട്ടനാട് മേഖലയെ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ നീരൊഴുക്കുമായിട്ട് ബന്ധപ്പെട്ട് നീരൊഴുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ രക്ഷിക്കണം. JC കനാൽ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെടും. 3 ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട 3 കളക്ടർമാരുടെ ഭരണത്തിൽ വരുന്നു. അതിനെ ഏകോപിപ്പിച്ച് കുട്ടനാട് വികസനത്തിന് വേണ്ടി കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി ഇനിയും കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങളും കുട്ടനാട്ടിലും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അതോറിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ ഒരാളുടെ കേരളത്തിലെ 14 ജില്ലകളിൽ ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമുള്ള ഒരു പരിഗണനയാണ് ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് പരിധിയിൽ വരുന്നില്ല എന്നാണ്.
ആലപ്പുഴ ജില്ലയിൽ 452 ഓരിമുട്ടുകളാണ് നിലവിലുള്ളത്. ഈ ഓരിമുട്ടുകൾ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതിന്റെ ഒരു സ്ഥിരം സംവിധാനം ഓഡിറ്റിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അത് CAG-യുടെ റിപ്പോർട്ടിംഗ് വന്ന് കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രം ഓഡിറ്റിംഗ് ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി. I have few points to put before you, but many have discussed. I skip all those. One thing, one is labor cost and the need of mechanization. Because I am just telling one example. That is, after the harvest, we spend almost 250 rupees to take this to the mills. 250 rupees, which is transportation by the boat on the lorry and finally to the, and that is from the pocket of the farmers. That is, suppose for a 100 kilo cement bag, they charge maybe 50 or 60 rupees to load, whereas we pay 120 rupees. So there is no, so by rule mechanization should be implemented. That is my first thing. This is only one example because I am the secretary of one of the second biggest Padasekaram in this area, and it's too big. It is 1,400 acres. So if we have acres, 1 or 2 roads, the tractor road means it's not Paka roads, where you can go by tractor, by trailer and all, so that you can take the products out from the main field. Even we have our own toll. If government supports us, we can build one. We are trying for it and hopefully we wait for it. And another thing, in 12 months time, we utilize only 4 to 6 months for the paddy cultivation. The second half of the year is simply wasted. So if we want to gather maximum revenue out of it, we need to think about a second crop, which is fish farming is a good one, or even the rice farming as a second crop will work. And rice farming, the fish farming I have studied, you need 1 year for this complete growth. If we can have nursery ponds of 1 to 2% of the acre, we can grow it during the paddy cultivation and release after that, so that they can eat all the fallen rice and things like that. So that is going to be not, it is for the fish. So you need a nursery pond, you need fund for it. And another thing I want to say is that a farmer can have 5 acres he can cultivate a maximum. Maybe a family can have 15 acres. In the present situation, nobody can sustain their living with the legal income we get from it. We get maybe 10,000 to 20,000 from an acre. How can a person live his get his daily bread out of it? No, not impossible. And finally, the last point is CIBIL score. I personally have affected when I went for a loan for my son. It was rejected because of the CIBIL score. When I checked, it is all because of the PRS loans, because they give it as loan for us, and it is paid after a very long time, and our spouse goes, and our request for the loans are rejected. It's not my case. I put my example, but everybody is having the same. These are some of the points. Please do consider. Otherwise, if not now, it will never happen. Thank you very much. QST price for that previous government had a project to seed production there. So these QST fields are suggestible for indigenous paddy seeds. And then nearby there is an Arbor guide, that is another nursery, another center for mixed integrated farming, including fish.
That's all. Thank you. And moreover, we need another full proof. സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമേ അവസരം വിനിയോഗിക്കുന്നു. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് 2014 ആരംഭത്തിൽ നമുക്ക് രാഷ്ട്രീയ കക്ഷി വികാസ യോജന RKVY പദ്ധതിപ്പെടുത്തി ഹെക്ടറിന് 1500 രൂപയും ആ മോദി സർക്കാരിന്റെ ലാസ്റ്റ് സമയത്ത് 2010 ആയപ്പോൾ അതേ ഹെക്ടറിന് 3500 രൂപയായിരുന്നു. ഇപ്പോൾ ആ 2019 ഇന്നേ വരെ പാടി കൾട്ടിവേഷന്റെ ഭാഗമായിട്ട് പാടി കൾട്ടിവേഷൻ ചെയ്യുന്ന കർഷകർക്ക് ഇന്നേ വരെ ആ സ്കീം 2019 മുതൽ അത് ലഭ്യമാകുന്നില്ല. അവരെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ സുരക്ഷിതമായ രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ടുന്നതിന് വേണ്ടി കുട്ടനാട് പാക്കേജ് വന്നു. ഞാനൊരു 1000 ഏക്കറോളം പാടത്തിന്റെ സെക്രട്ടറി കൂടാണ്. 2008 വന്ന് 2018 വൈദ്യം ചെയ്തു കോവിഡ്. 2006 മുതൽ ഇന്നേ വരെയുള്ള 19 വർഷമായിട്ട് 11 വർഷം മഴവിളയായ ഒരു പാടശേഖരമാണ്. നിലവിൽ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് മഴവിളയാണ്. ഈ കഴിഞ്ഞ 2020 സെപ്റ്റംബർ 27 മഴ വീണിട്ട് വീണ്ടും ഞങ്ങൾ ആ പാടശേഖരത്തിന്റെ നോട്ടീസിൽ ആ മഴ കുത്തി ഒരു 10 ദിവസമായുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥര് സർക്കാരിന്റെ റിയാസത്ത് RIDF ഏതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി ഞങ്ങൾക്കൊരു പാടത്തിന്റെ അകോമ്പൂർവ്വം സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു സംരക്ഷണ നടത്തുന്നതിന് വേണ്ടി ഒരു ഗൗരവമായ തീരുമാനം ഉണ്ടാക്കണം. അതുമായി ബന്ധപ്പെട്ട് രത്നനിവാസനം പ്രൊഫസർ ഹോളിന്റെ മെമ്മോറാണ്ടം തന്നാണ് അത് വീണ്ടും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. താങ്ക് യു. അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നവർക്ക് നമുക്ക് ഈ സെക്ഷനുകൾ അവസാനിപ്പിക്കാം. ഇതിനുശേഷം ഇവരുടെ അപ്പർ കുട്ടനാട് മേഖല തിരുവല്ലയിലും മാവേലിക്കര മേഖലയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞ അവിടെ തന്നെ രാജ്യാന്തര പ്രശ്നത്തോടുകൂടി നമ്മൾ ഈ മീറ്റിംഗിൽ അവസാനിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. കുട്ടനാട്ടിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വളരെ രൂക്ഷമായ നമ്മുടെ കേന്ദ്ര മന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിമാരെയും നേരിട്ട് കണ്ടെത്തിയിട്ടുള്ള എല്ലാ കർഷക സംഘടനകളെയും കർഷകരെയും എല്ലാവരും അത് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ കുട്ടനാടിന്റെ ആവശ്യങ്ങൾ എല്ലാ water gases. The water is getting contaminated because of that water gases. Some solution should be found. Some of the farmers have highlighted us that along with the good kind of paddy, there is also wheat rice, which is reducing the yield of the original paddy, and this is leading to a lot of weedicide problem and reduced reduction. So we have tried to assure the farmers that our ICR scientists will look into the matter and give some solutions. Then there are problems of that the farmers need more mechanization, they need more inputs. These points have been noted down, compiled a report, and this report will be given to our Honourable Minister along with, we have also asked all the farmers to give what the local suggestions or solutions they have. So we have noted down that. We have also requested the farmers and farmers association to write to us with the problems and suggested solutions. So we will compile the entire thing and see what solutions can be suggested vis-a-vis what schemes are already implemented, whether they are being implemented or not, whether any new solutions are required. We will put it in the form of report and submit to our Honourable Minister for Agriculture. Thank you. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ സംരംഭങ്ങളിലാണ് എല്ലാ കർഷക പ്രസ്ഥാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമിതികളെയും പാടശേഖര സമിതികളെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ കർഷകരുടെ അധികാരി വർഗത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചു വളരെ സത്വര നടപടികൾ ഇതിന്മേൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകളോളമായി സംയുക്ത കർഷക പാലക്കാട് നടന്ന കർഷക സമരപ്രഖ്യാപന സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു സംയുക്ത കർഷക സമിതി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി അതുപോലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി തുടങ്ങിയ കേന്ദ്രത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം കുട്ടനാടിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി.
ഈ കുട്ടനാട്ടിലെ കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കർമ്മം. കൃഷിയോടൊപ്പം തന്നെ മത്സ്യകൃഷി, ടൂറിസവും ഇവിടുത്തെ ഓരോ കർഷകനും വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ സമഗ്രമായ ഒരു സംയോജിത കാർഷിക കർമ്മ പദ്ധതിക്കാണ്. അതിൻ്റെ ആദ്യത്തെ നിലയ്ക്ക് ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരപ്പെടാൻ കഴിയുന്നതിനെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെപ്പറ്റിയാണ് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.